ശരിയാ. ലക്ഷ്മി ചോദിച്ചൊരു ഭാഗത്തിൽ നിന്ന് ഞാൻ എന്റെ മറുപടി തുടങ്ങാൻ എനിക്ക് തോന്നുന്നു. വാസ്തവത്തിൽ ഇത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു റീഡിംഗ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്നത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. രണ്ട് തരത്തിൽ ഈ LDFന്റെ സ്ഥാനാർത്ഥി എം സ്വരാജിനെ നിർത്തി മത്സരിപ്പിച്ചത് ജയിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. ഉറപ്പായിട്ടും LDFന് അവിടെ സീറ്റ് ജയിക്കുകയാണെങ്കിൽ അത് LDF എന്ന് പറയുന്ന മുന്നണിയുടെ രാഷ്ട്രീയത്തിന്റെ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിന്റെ ഭാവിയുടെ എല്ലാ കാര്യത്തിലും ഗംഭീരമായ ഒരു ബൂസ്റ്റ് ആയത്. മറിച്ച് എം സ്വരാജ് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അൻവർ എന്ന് പറയുന്ന ആളിനെ, അൻവർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ ആ മണ്ഡലത്തിലെ പ്രഭാവം ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട കൂടി CPM ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ രണ്ട് കാര്യത്തിലും LDF അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ ഈ നേതൃത്വത്തിന്റെ, ഈ സർക്കാരിന്റെ പെർഫോമൻസ്, നേതൃത്വത്തിന്റെ വിശ്വാസ്യത, നേതൃത്വത്തിന്റെ രാഷ്ട്രീയത്തിലെ സത്യസന്ധത, ഈ കാര്യങ്ങൾ ഒരു വലിയൊരു ചോദ്യചിഹ്നം ഉയർന്നിരിക്കുകയാണ്. അത് സാധാരണ സംഭവിക്കുന്നത് പോലെ ഇതിപ്പോ ഏതെങ്കിലും പ്രദേശത്ത് ഏതെങ്കിലും വ്യക്തിയുടെ പ്രഭാവം കൊണ്ട് മാത്രം ഉണ്ടായിരിക്കുന്നതല്ല, മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ മുഴുവൻ ഉണ്ടായിരിക്കുന്ന ഭരണവിരുദ്ധമായ ഒരു വികാരത്തിന്റെ പ്രകടനമാണ് ഈ നിലമ്പൂരിൽ സംഭവിച്ചിരിക്കുന്നത്. അത് നഗരസഭയിലായാലും കൊള്ളാം, നാട്ടിൻ പുറത്തായാലും കൊള്ളാം, ജനങ്ങളിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടായിട്ടുണ്ട്. ഈ അൻവർ എന്ന് പറയുന്ന ആൾ ആരായിരുന്നു? അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൽ നിന്നെത്തിയ LDFൽ എത്തിയ ആളാണ്. LDFൽ നിന്ന് ഇപ്പൊ വീണ്ടും അവിടെ തിരിച്ച് പുറത്തിറങ്ങിയ ആളാണ്. അദ്ദേഹം LDFലാണോ UDFലാണോ എന്ന് അദ്ദേഹത്തിന് അറിയാൻ വയ്യ. അതൊക്കെ ഒരു ഭാഗമാണെങ്കിലും അദ്ദേഹം ഉയർത്തിയ ചില ചോദ്യങ്ങളുണ്ട്. ഇന്നലെ വരെ അൻവറിനെ സ്വന്തക്കാരനായി, അൻവറിനെ സ്വന്തം ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളായി കൊണ്ടു നടന്നിരുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്കെതിരെ, അദ്ദേഹത്തിന്റെ വകുപ്പിനെതിരെ, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കെതിരെ, അദ്ദേഹത്തിന്റെ പോലീസിനെതിരെ, അദ്ദേഹം ഭരിക്കുന്ന സംസ്ഥാനത്ത് ഉള്ള വിഷയങ്ങൾക്കെതിരെ അദ്ദേഹം ഉയർത്തിയ, ഈ അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളെ ജനമനസ്സിൽ കിടക്കുകയാണ്. അതിനെ സാധാരണ ഏതെങ്കിലും ഒരു പ്രസംഗം കൊണ്ടോ മറ്റേതെങ്കിലും വിഷയങ്ങൾ കൊണ്ടോ അതുകൊണ്ടൊന്നും മൂടി വയ്ക്കാൻ പറ്റുന്ന സംഭവമല്ല. അടിസ്ഥാനപരമായ വിഷയമാണ്. സംസ്ഥാനത്ത് ഇപ്പൊ സ്വർണ്ണക്കടത്ത് പോലെയുള്ള ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റി നടക്കുന്നു. അദ്ദേഹത്തിന്റെ പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം, അല്ലെ അദ്ദേഹത്തിന്റെ ഓഫീസർമാര്, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന, അദ്ദേഹം നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് ഒരു പരാതിക്കാരനോടോ അല്ലെങ്കിൽ ഒരു സാധാരണ പൗരനോടോ ഒരു MLAയോടോ കാണിക്കുന്ന പെരുമാറ്റം എങ്ങനെയാണ്, മുഖ്യമന്ത്രി തന്നെ ഒരു MLA എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അടിസ്ഥാന പ്രശ്നമുണ്ട്. അത് വ്യക്തിപരമായ ഇഷ്യൂ, അൻവറിന്റെ വ്യക്തിപരമായ ഇഷ്യൂ മാത്രമല്ല, അതൊരു സംസ്ഥാനത്തിന്റെ, ഒരു ഭരണ സംവിധാനത്തിന്റെ, ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഒക്കെ നേരെയുള്ള ചോദ്യങ്ങളായിരുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയുവാൻ ഈ മണ്ഡലത്തിൽ നടന്ന ഇലക്ഷൻ സമയത്ത് തയ്യാറായില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്, ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ ആകെ വികാരമാണ്. അതൊരു നഗരസഭയിൽ മാത്രമുള്ള, നഗരസഭയിലാണ് ഈ കൂടുതൽ ഇനി ഇടിവ് LDFന് വോട്ടിനുണ്ടാകുന്നതെങ്കിൽ അത് അതീവ ഗുരുതരമായ പ്രശ്നമാണ്. അത് വരാൻ പോകുന്ന, നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ, അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ ചേഞ്ചിന്റെ ഒരു കാരണം കൂടിയാണ്. പിന്നെ സാറ് പറഞ്ഞതുപോലെ, പിന്നെ മോഹൻ കുമാർ സാർ പറഞ്ഞതുപോലെ BJPയുടെ വോട്ടിന്റെ കാര്യത്തിൽ, NDAയുടെ വോട്ടിന്റെ കാര്യത്തിൽ വലിയ കാര്യമാണ്. NDAയുടെ വോട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ NDAയുടെ വോട്ടിനെ പാർലമെന്റിലെ ഇലക്ഷനിലേക്ക് അവർ ജയിച്ചേക്കാം, പക്ഷേ കേരളത്തിൽ ജയിക്കില്ല എന്നൊരു തോന്നലുള്ള പ്രതീതി ഉള്ളത് കൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും മാത്രത്തിലുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ച ആളിന് കിട്ടിയ വോട്ടും രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച സംസ്ഥാന BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സുരേന്ദ്രന്റെ വോട്ടും നവ്യ നായരുടെ വോട്ടും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ അവിടെ ചോദ്യമുണ്ട്, ഉത്തരമുണ്ട്. ചോദ്യം BJPയുടെ വോട്ട് എന്തുകൊണ്ട് കുറഞ്ഞു പോകുന്ന ഒരു ചോദ്യമുണ്ട്, NDAയുടെ വോട്ട് എന്തുകൊണ്ട് കുറഞ്ഞു പോകുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ ഉത്തരം പറയേണ്ടത് NDA തന്നെയാണ് ഒന്ന്. പക്ഷെ രണ്ടാമത്, ഈ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയായി നിർത്തി മത്സരിപ്പിച്ചിട്ട് അവിടെ BJPക്ക് വോട്ട് പിടിക്കാനും BJPയുടെ നയങ്ങൾ പറയാനും BJPയുടെ നിലപാട് പറയാനും കിട്ടിയ അവസരം, ആ അവസരം അവർക്ക് നല്ലപോലെ വിനിയോഗിക്കാനായി എന്നാണ് എന്റെ പ്രതീക്ഷ. അത് ഭാവിയിലെ രാഷ്ട്രീയത്തിനും അവർക്ക് സഹായകരമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും.